അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ കണവ. നോക്കി. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടാണ് കടൽമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി കുഴിയാള മീൻ പിടുത്താണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആണ്, ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഗൈസ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെ വല അടുത്തെത്തിയിരിക്കുകയാണ്. ഏകദേശം കുറച്ച് കുഴിയാളുണ്ട് കേട്ടോ. ആറ് തട്ടിയിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു ആറ്. എന്നെ കൂടെ തന്നെ ഏവയും ചീലാവുണ്ട് കേട്ടോ. ഒരാളെ ഏവ ചീലാവും. ഈ 3 ഐറ്റം മീനുകളാണ് കിട്ടിയത്. ഏവ എന്ന് പറയുമ്പോൾ കടൽ മാക്രയാണ്. ഏകദേശം 2.5 കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ. അല്ലേ 2.5 മീൻ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഏവയാണ്. ഏവ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം മടി ഇട്ടതിന് ശേഷം കാണാം. കഴിച്ചപ്പോൾ 2ാമത്തെ പ്രാവശ്യത്തെ വല അടുത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് ഏവ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ തട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ചേർത്ത് വരെ നല്ല രീതിയിൽ കൊഴിയാളെ കിട്ടിക്കൊണ്ടിരുന്നേ പതിവില്ല. കഴിച്ചപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ ഏവയാണ്. കടൽ മാക്രി, പേത്ത, പല പേരിലും പല നാട്ടിലറിയപ്പെടുന്ന സാധനം. ഈ സാധനമാണ് ആദ്യം നമുക്ക് കിട്ടിയത്. ഈ സാധനവും പിന്നെ കുഴിയാളെ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബില്ലൊന്നുമില്ല. ഇവിടെ ഇടയ്ക്കാണ് ഇതെടുക്കാൻ തന്നെ ആൾക്കാർ വന്നത്. ഇതിന് മുമ്പാണെങ്കിൽ നമ്മൾ തട്ടിക്കളയുകയാണ് പതിവ്. ഇപ്പം എന്തോ എടുക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ വിലയില്ല. കുഴിയാളെക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയത് ഏവയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണി വളരെ മോശമാണ്. 2ാമത്തെ പ്രാവശ്യം എടുത്ത് ഒരു ഏകദേശം ഒരു 10-50ഓളം ഏവ ഇടന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വള്ളങ്ങളൊക്കെ മടി വളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കൂട്ടത്തോടെ വള്ളങ്ങളുണ്ട്. രാവിലത്തെ കുഴിയാളയുടെ പണി ഇറങ്ങിയിട്ട് കൂട്ടത്തോടെ വള്ളങ്ങൾ വന്നതാണ്. ഇപ്പോൾ പക്ഷേ പണിയില്ല. രാവിലെ നേരം വെളുത്തതിന് ശേഷം കുഴിയാളെ കിട്ടുന്നില്ല. മീൻ വലയിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരൊക്കെ എടുത്തു വീണ മടിക്കാരാണ്. എടുത്ത് ഏകദേശം അടുത്തെത്തി. ഇവരുടെ വള്ളമാണിത്. ഈ കാണുന്നതും ഒരു മടി. അപ്പോൾ അതിനിടയിൽ നമ്മളെ വള്ളത്തിൽ വലയിലെ ചെറിയ ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടിൻ്റെ കയറ് പൊട്ടിപ്പോയി. അപ്പോൾ അതൊന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മടി എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തെത്തി ഏകദേശം ഇവർ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം പിന്നെ വല വലിക്കുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് കൊഴിയാളയും ചീലാവും കിട്ടിയിട്ടുണ്ട് ചേട്ടാ. കണ്ടില്ലേ, പിന്നെ തൂക്കിയിടാനുള്ള പെടാപ്പാടിലാണ്. കണവയുണ്ട് കേട്ടോ, കുറച്ച് കണവയുണ്ട്, പിന്നെ കുഴിയാളയാണ്. കൂടുതലും കുഴിയാളയാണ്. പിന്നെ കൊഞ്ച് 2-3 കിടക്കുന്നുണ്ട്. കൊഞ്ച്
നോക്കി ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ ഏകദേശം ഒരു അറയുണ്ട്, അവിടെ രണ്ട് അറയിലുണ്ട്. അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. ഇത്രയും കൊഴിയാളാണ്. ഐസപ്പം ഈ പ്രാവശ്യവും കുറച്ച് കൊഴിയാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വേട്ട കൊഴിയാളെ വേട്ടയാണ്. കൊഴിയാളേ ഉള്ളൂ. Good. ഐസപ്പം ഇത്രയും മീനാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. ഏകദേശം 3 അറ മീൻ കിട്ടിയിട്ടുണ്ട്. 3 അറ കൊഴിയാള. ഇത്രയേ ഉള്ളൂ. ഹാപ്പിയാണ്. കാരണം ഇത്രയും ദിവസം പണിയില്ലായിരുന്നു. ഇന്ന് കുറച്ചെങ്കിലും നടന്നെന്നുള്ള ഹാപ്പി. പിന്നെ കരയ്ക്ക് പോയി തിന്ന വില കേട്ടാൽ തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഐസപ്പം നമ്മൾ അടുത്ത പ്രാവശ്യത്തെ വല വന്നിരിക്കുന്ന ചവറാണ് കേട്ടാ കൂടുതലും. പിന്നെ കണവ കുറച്ചുണ്ട്. ഇത്രയേ ഉള്ളൂ. ചവറുണ്ട് ചേട്ടാ വലയിനകത്ത്. ചവറും പിന്നെ കുറച്ച് കണവയുണ്ട്. ഇതപ്പോൾ നമ്മൾ കയറ്റിയ കണവയും കണ്ട് അടുത്ത് ഇനി അടിമലത്ര നേരെ നമ്മുടെ നാട്ടിന് നേരെ കണവ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോവുകയാണ്. ഇത് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടി മടി വളച്ചായിരുന്നു. പക്ഷേ അതിൽ മീനൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.